we can discuss about pharmacology of androgens, which is also known as male sex hormone, and also we will discuss the pharmacology of anabolic steroids. അപ്പോൾ മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്ന ആൻഡ്രജൻസും അനബോളിക് സ്റ്റിറോയിഡ്സും ഇത് രണ്ടും നമ്മൾ കമ്പൈൻഡ് ആയിട്ടാണ് സാധാരണഗതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തറ്റിക് ആയിട്ടുള്ള മെയിൽ സെക്സ് ഹോർമോണിൻ്റെ ചില പ്രത്യേകതകളാണ് ബോഡിയിൽ അനാബോളിക് എഫക്റ്റ്, മസിൽ ബിൽഡപ്പ്, അതുപോലെ ബോണിൻ്റെ ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആൻഡ്രോജൻസിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇതിലുള്ള ചില സിന്തറ്റിക് ആയിട്ടുള്ള ആൻഡ്രോജൻസുകൾ ആൻഡ്രോജനിക് എഫക്റ്റ്, അതായത് സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റ് കുറവും അനബോളിക് എഫക്റ്റ് കൂടുതലുമായിട്ടുള്ള കുറച്ച് ഡ്രഗ്സുകളുണ്ട്. അതാണ് അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ്രോജൻസുകൾ തന്നെയാണ്, സിന്തറ്റിക് ആൻഡ്രോജൻസുകൾ തന്നെയാണ്. അതിൽ ആൻഡ്രോജൻ്റെ എഫക്റ്റ് കുറവാണ്, അനാബോളിക് എഫക്റ്റ് കൂടുതലുകളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. So here we will discuss the definition, regulation of release, mechanism of action, pharmacological effects or pharmacological actions, ADR, hormonal disorders and drugs used in hormonal disorders of androgens or male sex hormone. So as we mentioned before, we have one gland which is known as gonads. Gonad എന്ന് പറയുന്ന gland നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ് androgens in case of male, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ ഇൻ ഫീമെയിൽ. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ആൻഡ്രോജൻ മെയിലിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈസ്ട്രജൻ ഫീമെയിലിൽ മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കരുത്. രണ്ടും ഫീമെയിൽസിലും മെയിൽസിലും ഉണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അതിൻ്റെ ലെവല് മാറ്റമുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിലുള്ള ചേഞ്ച്. രണ്ടും ആൻഡ്രോജൻസ് ആയാലും ഈസ്ട്രജൻസ് ആയാലും പ്രൊജസ്റ്ററോൺ ആയാലും ഒക്കെ മെയിലിലും ഫീമെയിലിലും ഉള്ള ഹോർമോൺസുകൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ലെവലുകളിൽ ചേഞ്ചസുകളുണ്ട്. Now, the release of gonadal hormone is under the control of gonadotropin, FSH and LH, which is released from the anterior pituitary hormone. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, so as a definition, androgens or male sex hormone are hormones or its analogues which will cause development of secondary sex characters in male. മെയിലിൽ പ്യൂബർട്ടൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സുകൾ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഹോർമോൺസുകളോ അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ അനലോഗ്സുകളോ, സിന്തറ്റിക് ഫോമിനെയും നമ്മൾ ആൻഡ്രോജൻസ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഇറ്റ്സ് അനലോഗ്സ് എന്നതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദീസ് വിൽ കോസ് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് ഇൻ മെയിൽ. Now coming to the classification of androgens, we can classify androgen into two, natural androgens and synthetic androgen. As the name indicates, natural, they will secrete by nature from the human body itself, like testosterone. കോമൺ ആയിട്ടുള്ള ഒരു ആൻഡ്രോജൻ എന്ന് പറയുന്ന നമ്മളെ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടാണ്, ഫ്രം ടെസ്റ്റിസ്. ഈ ടെസ്റ്റോസ്റ്റിറോൺ നമ്മളെ ബോഡിയിൽ ഒരു ബയോ കൺവേർഷനൊക്കെ നടന്നിട്ട് 5-ആൽഫ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി കുറച്ചും കൂടി ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. റിലീസ് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആയിട്ടാണ്. അതിൻ്റെ എഫക്റ്റിന് വേണ്ടി മോർ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന നാച്ചുറൽ ആൻഡ്രോജൻ ആണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. ദെൻ ദർ ആർ സം അതർ ടെസ്റ്റോസ്റ്റിറോൺസ് other androgens which are the metabolites of testosterone, which are usually excreted in urine, that is androsterone. Then there are some weak androgens which are secreted from the adrenal cortex, like dihydroepiandrosterone and androstenedione എന്ന് പറയുന്ന ഡ്രഗ്സ്, ഡയോൺസ് എന്ന് പറയുന്നത്, ആൻഡ്രോസ്റ്റിനോഡയോൺസ് എന്ന് പറയുന്നതും അഡ്രീനൽ കോർട്ടക്സ് എന്ന്, അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടക്സ് ഭാഗത്തുനിന്ന് റിലീസ് ചെയ്യുന്ന വീക്ക് ആൻഡ്രോജൻസുകളാണ്. അവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനറലോ കോർട്ടിക്കോയിഡ്സ്, ഗ്ലൂക്കോ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ദെൻ ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന രണ്ട് ആൻഡ്രോജൻസുകളാണ് ഡൈഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റെറോൺ, അതുപോലെ ആൻഡ്രോസ്റ്റിനോഡയോൺസ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ആൻഡ്രോജൻസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ നാച്ചുറലായിട്ട് സിന്തസിസ് ചെയ്യുന്നുണ്ട്, അത് ഓക്കെ, അത് അതിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റില്ല, ഓറലി ഇൻഎഫക്റ്റീവ് ആണ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് മെറ്റബോളിസം. സോ വി മേ ഹാവ് ടു യൂസ് സിന്തറ്റിക് ആൻഡ്രോജൻ ഇൻ കേസ് ഓഫ് ആൻഡ്രോജൻ ഡെഫിഷ്യൻസീസ്. So examples for synthetic androgens are methyl testosterone,
fluoxymesterone, testosterone undeconate, then mestrelone. So these are example for synthetic androgen in case of deficiency or hyposecretion of natural androgen is there. ആ സമയത്താണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. Now coming to the regulation of release of gonads or gonadal hormone. ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്യൂബർട്ടൽ ചേഞ്ച് വരുന്ന സമയത്ത് ആ ഒരു ഏജിൻ്റെ സമയത്താണ് സാധാരണഗതിയിൽ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസുകൾ ഗൊണാഡ്സ് എന്നാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ഈ ഹോർമോൺസുകൾ അല്ലെങ്കിൽ ഗൊണാഡൽ ഗ്ലാൻഡ്സ് നിന്ന് ഈ ഹോർമോൺസുകൾ റിലീസ് ചെയ്യുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ FSH and LH. അപ്പോൾ ഈ സമയത്ത് FSH LH റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് നിന്ന് ഗൊണാഡോട്രോപ്പിംഗ് റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ GnRH എന്ന് പറയുന്ന ഹോർമോൺസുകൾ റിലീസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് നെഗറ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്. എല്ലാ ഹോർമോൺസിനും ഉള്ള പോലെ തന്നെ എക്സസ് ആയിട്ട് ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനോ പ്രൊജസ്റ്ററോണോ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതുപോലെ ഹൈപ്പോതലാമസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഫർദർ ആയിട്ടുള്ള GnRH അല്ലെങ്കിൽ FSH റിലീസ് ഇൻഹിബിറ്റ് ചെയ്ത് ഗൊണാഡ്സിൻ്റെ എക്സസ് സെക്രീഷൻ അത് ഇൻഹിബിറ്റഡ് ആക്കും. ഇതാണ് നോർമൽ ആയിട്ടുള്ള റെഗുലേഷൻ എന്ന് പറയുന്നത്. നൗ ആൻഡ്രോജൻ്റെ കേസിൽ വരുന്ന സമയത്ത് ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ടെസ്റ്റിസ് എന്നാണ് ഈ പറയുന്ന ആൻഡ്രോജൻസുകൾ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ടെസ്റ്റിസ് നിന്ന് ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നത് FSHൻ്റെ ഇൻഫ്ലുവൻസിലാണ് അല്ലെങ്കിൽ LHൻ്റെ ഇൻഫ്ലുവൻസിലാണ്. FSHൻ്റെയും LHൻ്റെയും ഒക്കെ ആക്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതൊന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഈ സമയത്ത് റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസുകളാണ് എസ്ട്രാഡയോൾ, അതായത് ഈസ്ട്രജൻ്റെ ഒരു ഫോമാണ്, ദെൻ ടെസ്റ്റാസ്റ്റിറോൺ. ഇനി ഈ ബോഡിയിൽ ടെസ്റ്റാസ്റ്റിറോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 5-ആൽഫ റിഡക്റ്റേഴ്സ് ആക്ട് ചെയ്തിട്ട് ലിവറിലും അതുപോലെ തന്നെ ടാർജറ്റ് സെല്ലിലും 5-ആൽഫ റിഡക്റ്റേഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ദ മോർ ആക്റ്റീവ് ഫോം. So that will act on adrenergic or androgen receptors. Okay, androgen receptorle effect ഉണ്ടാക്കിയിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. നമ്മളെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ ആണ് മെയിലിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഈസ്ട്രാഡയോൾ എന്ന് പറഞ്ഞിട്ടും ടെസ്റ്റിസിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ റിലീസ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോണും എസ്ട്രാഡയോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും കൂടി നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം. നമ്മളെ ബോഡി മെയിലിലാണെങ്കിൽ തന്നെ ഇസ്ട്രാഡയോളും കൂടി ടെസ്റ്റോസ്റ്ററോണിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സംഗതികളും ഇസ്ട്രാഡയോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മളെ ബോഡിയിൽ ഫർദർ ആയിട്ടുള്ള ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. എസ്ട്രാഡയോളിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ദേ ആർ പൊട്ടൻ്റ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് ഗൊണാഡോട്രോപ്പിംഗ് റിലീസിങ് ഹോർമോൺസ് ആസ് വെൽ ആസ് FSH and LH ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഹിബിൻ എന്ന് പറയുന്ന ടെസ്റ്റിസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വേറൊരു പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെയും എഫക്റ്റ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെയും അതുപോലെ ഹൈപ്പോതലാമസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ഷനും കൂടിയുണ്ട്. ഇനി ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ ആവശ്യത്തിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതും നമ്മളെ ബോഡിയിൽ ഹൈപ്പോതലാമസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഫർദർ FSH LHൻ്റെ ഒക്കെ ആക്ഷന് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ റെഗുലേഷൻ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ടെസ്റ്റോസ്റ്ററോൺ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓഫ് ടെസ്റ്റിസ് എന്നാണ് റിലീസ് ചെയ്യുന്നത്. ആ റിലീസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് പൾസറ്റൈൽ സെക്രീഷൻ ഓഫ് FSH and LH ആണ്. ഓക്കെ, ഇനി ഉള്ളത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിനെ അത് ഈസ്ട്രോജൻ ആയിട്ട് മാറ്റുന്നുണ്ട്, അതുപോലെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആയിട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മളെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. എല്ലാ ഹോർമോൺസുകളും ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ഹോർമോൺസുകളും ഒരു റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ്രോജൻ റിസപ്റ്റർ എന്നുള്ളതാണ് ആ റിസപ്റ്ററിൻ്റെ പേര്. പക്ഷെ ഇവിടെയുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിനേക്കാളും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോം ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അത് ഉണ്ടാവുന്നത് 5-ആൽഫ റിഡക്റ്റേഴ്സ് വെച്ചിട്ടുണ്ടാവുന്ന പെരിഫറൽ കൺവേർഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണ് ആൻഡ്രോജൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് ആൻഡ്രോജൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷനിൽ മനസ്സിലാക്കേണ്ടത് മോർ ആക്റ്റീവ് ഫോം ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ഈസ് produced by conversion of 5-alpha reductase, and this will bind strongly than the testosterone. Dihydrotestosterone ആണ് ആൻഡ്രോജൻ റിസപ്റ്ററിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്, കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നത്.
ഇനി ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് നടക്കുക എന്നുള്ളതും കൂടിയാണ്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ DNA ട്രാൻസ്ക്രിപ്ഷൻ which may be enhanced or repressed with the help of co-activator or co-repressor. Thereby it will produce some proteins. പ്രോട്ടീൻ സിന്തസിസ് നമ്മളെ ബോഡിയിലുള്ള ജീനിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിസപ്റ്ററുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയാണ് ആൻഡ്രജൻ്റെ എഫക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. ദേ വിൽ ബൈൻഡ് വിത്ത് ദ ആൻഡ്രജൻ റിസപ്റ്റർ. നൗ കമ്മിങ് ടു ദ ആക്ഷൻ. നമുക്ക് 3 രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ സൈറ്റ് അല്ലെങ്കിൽ ഓരോ ടാർജറ്റിലുള്ള ആൻഡ്രജൻ്റെ ആക്ഷൻസുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് for the development of sex organ and secondary sex characters. ആൻഡ്രോജൻ ആണ് ഒരു മെയിൽ അല്ലെങ്കിൽ ഇൻഫൻസിൽ പ്യൂബർട്ടി അല്ലെങ്കിൽ ഒരു ചൈൽഡിൽ മെയിലായിട്ട് വരുന്ന ബോയിൽ ഗ്രോത്ത് ഓഫ് ജെനിറ്റൽ പാർട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് പെന്നീസ്, സ്ക്രോട്ടം, സെമിനൽ വെസിക്കിൾ ആൻഡ് പ്രോസ്റ്റേറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഓർ ഗ്രോത്ത് ഓഫ് ഹെയർ. പ്യൂബിക് ഹെയർ ഉണ്ട്, പ്രൈവറ്റ് പാർട്ടിലുള്ള ഹെയർസുകളുണ്ട്, അതുപോലെ തന്നെ നോർമലായിട്ട് മെയിൽ പാറ്റേൺസിൽ വരുന്ന കുറേ ഹെയറുകളുണ്ട്. പ്യൂബിക്, ആക്സിലറി, ബിയേർഡ്, മൊസ്റ്റാക്ക്, ബോഡി ഹെയർ, മെയിൽ പാറ്റേൺ ഓഫ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു ഹോർമോണാണ് ആൻഡ്രോജൻ എന്ന് പറയുന്നത്. ദെൻ പ്യൂബർട്ടൽ ചേഞ്ചിൽ വരുന്ന സമയത്ത് കുട്ടികളുടെ സൗണ്ട് മാറുന്നതിന് കാരണക്കാരനായിട്ടുള്ളൊരു ഹോർമോണും കൂടിയാണ് ആൻഡ്രോജൻ. ബിക്കോസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ലാരിങ്സ് and it will leads to deepening of voice. Okay, then behavioral effect. Pubertal സമയത്ത് ഉണ്ടാവുന്ന ഇൻക്രീസ്ഡ് ഫിസിക്കൽ വിഗറസ്, ആളൊന്നും കൂടി മസിലൊക്കെ ഉള്ള ആളായിട്ട് മാറുന്നത്, അഗ്രസീവ്നെസ്, ദെൻ പിനൈൽ ഇറക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോൺ കൂടിയാണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ദ ടെസ്റ്റിസ്, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വരുന്ന സമയത്ത് ടെസ്റ്റിസിൽ സ്പെമാറ്റോജെനിസിസ് ഉണ്ടാവുന്നത്, മെച്ചുറേഷൻ ഓഫ് സ്പെമാറ്റോസോവ, ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു സാധാരണഗതിയിൽ ഒരു പ്യൂബർട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത്, അഡോളസെൻ്റ് സമയത്ത് നടക്കുന്ന പ്യൂബർട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ലെങ്കിലും സ്പെമറ്റോജെനസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ നൊക്ടോണൽ എമിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ഫിസിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്ന ആൻഡ്രോജൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. സ്പെമാറ്റോജോണിസിസ് ഉണ്ടാവുന്നുണ്ട്, മെച്ചുറേഷൻ ഓഫ് സ്പെമാറ്റോസോവ ഉണ്ട്, ദെൻ ഇജാക്കുലേഷനും ഉണ്ടാവുന്നുണ്ട്, നൊക്ടോണൽ എമിഷൻ പോലെയുള്ള കണ്ടീഷൻസുകളൊക്കെ ടെസ്റ്റിസിൽ നിന്നുണ്ടാവും. But if you are using large dose of this androgen, it may lead to atrophic testicular atrophy, decreased size. കൂടുതൽ നമ്മൾ റെഗുലേഷൻ പറഞ്ഞ സമയത്തുണ്ടായിരുന്നു ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് FSHനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അത് കാരണം തന്നെ ഫർദർ ആയിട്ട് FSH റിലീസ് ചെയ്യാത്തതും ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റിസിൽ നിന്ന് സ്പെമാറ്റോജെനിസിസ് ഒക്കെ പ്രിവെന്റ് ചെയ്തിട്ട് ടെസ്റ്റിക്കുലർ അട്രോഫി, ഇറ്റ് വിൽ ഡിക്രീസസ് ദ സൈസ് ഓഫ് ടെസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ഫർദർ ആയിട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ്, സ്പെമാറ്റോജെനിസിസ് ഇല്ലാത്ത എഫക്ട്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. Now in case of erythropoiesis, androgen is responsible for the acceleration of erythropoietin production and it will leads to direct action on heme synthesis. ഈ ഒരു റീസൺ ഉണ്ടായതുകൊണ്ടാണ്, അതായത് മെയിൽസിൽ ആൻഡ്രോജൻസ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ബ്ലഡ് കൗണ്ടുകൾ മെയിൽസിൽ ഉണ്ടാവുന്നത്, കൂടുതൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് മെയിൽസിൽ ഉണ്ടാവുന്നത് വെൻ കമ്പയർഡ് വിത്ത് ദ വുമൺ. ഓക്കെ, വുമൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൽസിൽ ബ്ലഡ് കൗണ്ട് RBCയുടെ കൗണ്ട് കൂടാം, അതുപോലെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കൂടാം. ഇത് രണ്ടിനുള്ള റീസൺ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ആൻഡ്രോജൻ ഇറ്റ് വിൽ ഇൻക്രീസസ് ദ എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ. Okay, so that is the erythropoiesis. Now in case of skeleton and skeletal muscles, overall it have an anabolic effect. Anabolic effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ബിൽഡപ്പ് ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ മസിൽ ബിൽഡപ്പ്, അതായത് മസിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് അനബോളിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റുള്ള എഫക്റ്റ് ആണ് കാറ്റബോളിക് എഫക്റ്റ് എന്ന് പറയുന്നത്, ബിൽഡ് ചെയ്ത സാധനത്തിനെ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ്രോജന് അനബോളിക് എഫക്റ്റ് ആണുള്ളത്. പ്യൂബർട്ടൽ ചേഞ്ചിൽ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്നുള്ള ആ ഒരു പ്യൂബർട്ടൽ സ്പോട്ട് ഹൈറ്റ് കൂടുന്നത്, അതുപോലെ മസിൽ ലെങ്ത്തും ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റെറോൺ ആണ്. ആൻഡ്
there is an androgen in female also or girls also, so it will affect in less extent to girls also. And androgen is responsible for the rapid bone growth. Thickness, length ഒക്കെ കൂടാൻ കാരണക്കാരനായിട്ടുള്ള ഒരു ആൻഡ്രോജൻ ആണ്. It will promote muscle building, especially if aided by exercise. ഈ സമയത്താണ് സ്വാഭാവികമായിട്ടും അഡോളസൻസിലാണ് മസിൽ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഉണ്ടാവാറുള്ളത്. സമയത്ത് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മസിൽ ബിൽഡിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വേറൊരു ഫംഗ്ഷനാണ്. ദെൻ ഈ സമയത്ത് പിവട്ടൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്താണ് വിശപ്പ് കൂടാറുള്ളത്. അപ്പറ്റൈറ്റ് ഈസ് ഇൻക്രീസ്ഡ്. ദെൻ ടെസ്റ്റോസ്റ്റെറോൺസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ് പ്രോൺ ടു സോൾട്ട് ആൻഡ് വാട്ടർ റിറ്റൻഷൻ. And it may lead to development of edema. So these are the effect on skeletal and skeletal muscles. Overall, it have an anabolic effect. Now this is the overall action of androgen. നമുക്ക് രണ്ട് രീതിയിലുള്ള ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആക്റ്റീവ് ഫോമിലുള്ള ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോണും ടെസ്റ്റോസ്റ്റെറോൺ ടെസ്റ്റിസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആസച്ച് ഫോമിലുള്ള നാച്ചുറൽ ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള ആൻഡ്രോജൻസുകളും. സോ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ആക്ഷൻസുകളാണ് പിറ്റ്യൂട്ടറിയിൽ ലൂട്ടിലൈസിങ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുക, ടെസ്റ്റിസിൽ സ്പെമാറ്റോജനസിസ് ഉണ്ടാക്കുക, ഇന്റേണൽ ജെനിറ്റൈലിൽ എപ്പിഡൈമിസ് അല്ലെങ്കിൽ വാസ് ഡിഫൻസ്, സെമിനൽ വെസിക്കിൾസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് ഫീറ്റസ് സ്റ്റേജിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. ഫീറ്റസിൻ്റെ സ്റ്റേജിൽ തന്നെ ഇങ്ങനെയുള്ള ഇന്റേണൽ ജെനിറ്റൽ ഓർഗൻസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആണാണോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ ഒരു സ്റ്റേജിലാണ്. ദെൻ എറിത്രോപോയസിസ് ഇൻക്രീസിങ് HB, അതുപോലെ RBC കൗണ്ട് കൂടുക. ഇനി ഇതിൻ്റെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ കുറച്ചും കൂടി ആക്റ്റീവ് ഫോമാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത്. ഇതാണ് പ്യൂബർട്ടൽ ചേഞ്ചിൽ അല്ലെങ്കിൽ ആ പ്യൂബർട്ടൽ ഏജിൽ പ്യൂബർട്ടി ഉണ്ടാവുന്ന ഏജിൽ ആക്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസിനൊക്കെ ഫോർമേഷനൊക്കെ മെച്ചുറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്യൂബർട്ടിയുടെ സമയത്തൊക്കെ സ്ക്രോട്ടം, പെന്നീസ്, മെയിൽ യൂറിത്രയൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ദെൻ സെക്ഷണൽ മെച്യൂരിറ്റി ആൻഡ് മെയിൽ ബിഹേവിയറിസം പ്രൊഡ്യൂസ് ചെയ്യുക. പ്രോസ്റ്റേറ്റിൽ ഹൈപ്പർട്രോഫി ഇൻ എൽഡർലി. ഇൻ ഹെയർ ഫോളിക്കിൾ ഇറ്റ് വിൽ ഗ്രോത്ത് ഡ്യൂറിങ് പ്യൂബർട്ടി ആൻഡ് സ്കാപ്പ് ഹെയർ ലോസ് ഇൻ അഡൾട്ട്. ഈ ആൻഡ്രോജൻ തന്നെയാണ് ആള് എൽഡർ ആവുന്ന സമയത്ത് ഹെയർ ലോസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. Then both have testosterone as well as dihydrotestosterone have same action on the bone and skeletal muscle. They will increases the mass and strength. So that is the actions of androgens. Now coming to the adverse drug reaction. അപ്പോൾ നമുക്ക് നമ്മളെ ബോഡിയിൽ നോർമലായിട്ട് ആൻഡ്രോജൻസ് ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ നാച്ചുറൽ ആൻഡ്രോജൻസുകളോ അല്ലെങ്കിൽ സിന്തറ്റിക് ആൻഡ്രോജൻസുകളോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരിക. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്ട്സുകളാണ് നമ്മൾ ആൻഡ്രോജൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈപ്പർ സെക്രീഷൻസ് ഉണ്ടാകുന്ന സമയത്താവാം. രണ്ട് രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ ഹൈപ്പോ സെക്രീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ആൻഡ്രോജൻസിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ആൻഡ്രോജൻ റിലീസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്ട്സ് ആയിരിക്കാം. If we are giving the androgen to women, it may cause to virilization. That is the excess of body hair in female and menstrual irregularity. വുമൻസിന് ആൻഡ്രോജൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ് മെയിൽ പാറ്റേൺസിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഫീമെയിൽസിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഫീമെയിൽസിൽ സാധാരണഗതിയിൽ മീശ താടിയൊന്നും ഉണ്ടാവാത്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് വരാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു എഫക്റ്റ്. ദെൻ അക്നെ, മുഖക്കുരു. ദെൻ ഫ്രീക്വന്റ് ആൻഡ് സസ്റ്റെയിൻ പെയിൻഫുൾ ഇറക്ഷൻ ആൻഡ് ഒലിഗോസ്പേമിയ ഇൻ മെയിൽ. പ്രീഷ്യസ് പുബർട്ടി വിച്ച് മീൻസ് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ആൻഡ്രോജൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏർലി വയസ്സാവുന്നതിന് മുന്നേ തന്നെ പ്യൂബർട്ടി സ്റ്റേജിലോട്ട് എത്തുക എന്നുള്ളതാണ്. പ്രിമച്വർ സെക്ഷൽ ബിഹേവിയർ. സ്റ്റെൻഡിങ് ഓഫ് സ്ട്രെച്ചർ. ദാറ്റ് ഈസ് ദ പ്യൂബർട്ടൽ സ്റ്റേജിലാണ് സാധാരണഗതിയിൽ കുട്ടികൾ ഹൈറ്റ് വെച്ച് 18 വയസ്സ് വരെയാണ് ഹൈറ്റ് കൂടി പോകുന്ന സമയം. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ആൻഡ്രോജൻ കൊടുക്കുകയാണെങ്കിൽ എപ്പിഫൈസിസ് അല്ലെങ്കിൽ നമ്മളെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോണിനെ സപ്രസ് ചെയ്യുന്നത് കൊണ്ട്, എങ്ങനെ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് ആൻഡ്രോജൻ്റെ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഉണ്ടായതുകൊണ്ട് കുട്ടികൾ പിന്നെ ഫർദർ ആയിട്ടുണ്ടാവുന്ന ഹൈറ്റ് വെക്കുന്ന ആ സംഗതിക്ക് മുരടിപ്പ് വരും. പിന്നെ ഫർദർ ആയിട്ട് ഹൈറ്റ് വെക്കാത്ത രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. ദെൻ സാൾട്ട് റിറ്റൻഷൻ ആൻഡ് എഡിമ. കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് വിത്ത് സിന്തറ്റിക് ടെസ്റ്റോസ്റ്റെറോൺ. ഹെപ്പാറ്റിക് കാർസിനോമ ഓൺ ലോങ് ടേം യൂസ്. ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും ആൻഡ്രോജൻ കൊടുക്കുന്ന സമയത്ത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെഗുലേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഉണ്ടാവുന്ന ടെസ്റ്റോസ്റ്ററോണിലെ കുറച്ച് സാധനങ്ങൾ ഈസ്ട്രോജൻ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് ബൈ പെരിഫറൽ കൺവേർഷൻ. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ട് ഈസ്ട്രോജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. ഓക്കെ, then lowering of HDL, rising of LDL level, so it may lead to atherosclerosis. These are the adverse reactions of androgens. Now coming to the contraindication, it is contraindicated in patient with the carcinoma of prostate or carcinoma of male breast, patient with the liver and kidney diseases, patient who are in during the pregnancy. These are the patient in which we have to take precautions while using androgens. Now coming to uses, ആൻഡ്രോജൻ നമ്മളെ ബോഡിയിൽ സഫീഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷൻ സഫീഷ്യൻ്റ് ആയിട്ട് ഇല്ലെങ്കിലാണ് നമ്മളെ സിന്തറ്റിക് ആൻഡ്രോജൻസുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഏതൊക്കെ കേസിലാണ് നമുക്ക് ഈ ആൻഡ്രോജൻസ് ആവശ്യമായിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെസ്റ്റിക്കുലാർ ഫെയിലിയർ, നോർമലായിട്ട് ബോഡിയിൽ ടെസ്റ്റിക്കിൾസ് ഫോം ചെയ്തിട്ടില്ല, അതിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട ടെസ്റ്റോസ്റ്റെറോൺ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള കണ്ടീഷൻസിൽ. സെക്കൻഡ് വൺ ഈസ് ഹൈപ്പോപിട്രൂട്ടിസം. ഹൈപ്പോപിട്രൂട്ടിസം എന്ന് പറഞ്ഞാൽ പിട്രൂട്ടറീസ് ഹോർമോൺസിൻ്റെ എല്ലാ ഹോർമോൺസിനും ഡിക്രീസ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ എന്ന് പറയുന്നത്, FSH ആൻഡ് LH എന്ന് പറയുന്ന ഹോർമോൺ. LHും FSHും ഇല്ലെങ്കിൽ ടെസ്റ്റിസ് ഉണ്ടായിട്ടും കാര്യമില്ല, ടെസ്റ്റിസിൽ നിന്ന് ടെസ്റ്റോസ്റ്റെറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ സെക്രീറ്റ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലും നമുക്ക് ആൻഡ്രോജൻസ് സിന്തറ്റിക് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ എയ്ഡ്സ് റിലേറ്റഡ് മസിൽ വേസ്റ്റനിങ്. ആൻഡ്രോജൻ്റെ ഒരു എഫക്റ്റാണ് അനബോളിക് എഫക്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എയ്ഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ വീക്ക്നെസ്സിൻ്റെ സമയത്ത് ടെസ്റ്റോസ്റ്റെറോൺ കൊടുത്തിട്ട് ആ മസിൽ വീക്ക്നെസ്സിന് അനബോളിക് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ ഹെറിഡിറ്ററി ആൻജിയോന്യൂററ്റിക് എഡീമ, ജനറ്റിക് ഡിസോർഡർ പ്രിവെൻറ്റഡ് ബൈ സിന്തറ്റിക് ടെസ്റ്റോസ്റ്റെറോൺ ലൈക്ക് 17-alpha alkylated androgens. Then aging, administered to elderly male to improve bone mineralization and muscle mass. ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടല്ല ആൻഡ്രോജൻ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കുക. വയസ്സാവുന്നതിനനുസരിച്ചുള്ള ബോൺ മിനറലൈസേഷൻ ഒക്കെ കുറയുന്നുണ്ട്, അപ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഇഡിയോപ്പതിക് മെയിൽ ഇൻഫെർട്ടിലിറ്റി. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് യൂസസ്. ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടായിക്കഴിഞ്ഞാലാണ് സ്പെമാറ്റോജെനിസിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആൻഡ്രോജൻസിൻ്റെ സിന്തസിസ് ഇല്ലെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവും. കുട്ടികൾ ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും മെയിൽസ് ഉണ്ടാവുക. സ്പേം ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ സ്പേമും ഓവും തമ്മിൽ ഫ്യൂസായി സൈഗോട്ടൊന്നും ഫോം ചെയ്യൂല, ഈവൻ ഇഫ് ദർ ഈസ് എൻ സെക്ഷൽ ഇൻ്റർകോഴ്സ്. സോ അങ്ങനെയുള്ള കേസിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആൻഡ്രോജൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് ആൻഡ്രോജൻസ്. ഇനി ബോഡിയിൽ എക്സസ് ആയിട്ട് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഡ്രഗ്സുകളാണ് ആൻറ്റി ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. മോഡിഫൈ ദ ആൻഡ്രോജനിക് ആക്ഷൻ. എക്സസ് ആയിട്ട് ആൻഡ്രോജൻ്റെ എഫക്റ്റ് നമ്മളെ ബോഡിയിലുണ്ടെങ്കിൽ അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റി ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. ദർ ആർ 2 types of ആൻറ്റി ആൻഡ്രോജൻസ് ആൻഡ് 5-alpha reductase inhibitors. ആൻറ്റി ആൻഡ്രോജൻസ് എന്ന് പറയുമ്പോൾ ആൻഡ്രോജൻ റിസപ്റ്ററിനെ അൻ്റഗോണിസ്റ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. ലൈക്ക് സിപ്രോട്ടിറോൺ അസറ്റേറ്റ്, ഫ്ലൂട്ടമേഡ് ആൻഡ് ബിക്കാലുട്ടമേഡ് എന്ന് പറയുന്ന ഡ്രഗ്സുകളൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ദേ ആർ ആൻഡ്രോജൻ റിസപ്റ്റർ അൻ്റഗോണിസ്റ്റ്. Now second one is 5-alpha reductase inhibitors. ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റോസ്റ്റെറോൺ അതിൻ്റെ മോർ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് 5-alpha reductase എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5-alpha reductase ഇല്ലെങ്കിൽ മോർ ആക്റ്റീവ് ഫോം ഓഫ് ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടാവുന്നില്ല. ഈ മോർ ആക്റ്റീവ് ഫോം ഓഫ് ടെസ്റ്റോസ്റ്റെറോൺ ആണ് ആൻഡ്രോജൻ്റെ ആക്ഷൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ എഫക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. എക്സാമ്പിൾസ് ആർ ഫിനാസ്റ്റെറോയിഡ് ആൻഡ് ഡ്യൂറ്ററാസ്റ്റെറോയിഡ്സ്. പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക ആൻറ്റി ആൻഡ്രോജൻസ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ആൻഡ്രോജൻസ് ആൻഡ് ആൻറ്റി ആൻഡ്രോജൻസ്. ഇനി നമ്മൾ അനബോളിക് സ്റ്റിറോയിഡ്സിലോട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് അനബോളിക് സ്റ്റിറോയിഡ്സ് ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. These are synthetic androgen with higher anabolic effect and lower androgenic effect. Sexual characters ഉണ്ടാക്കാനുള്ള എഫക്റ്റ് കുറവും അനബോളിക് എഫക്റ്റ് കൂടുതലുമുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ അനബോളിക് സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ആൻഡ്രോജൻസ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഈ സാധനമാണ് സാധാരണഗതിയിൽ അത്ലറ്റിക്സുകളും ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ മസിലിങ് കൂടാൻ വേണ്ടി പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് അനബോളിക് സ്റ്റിറോയിഡ്സുകളാണ്. Example, nandrolone, oxymethylone, stenazole, methendienones. Okay. Now
ഇതിൻ്റെ എഫക്റ്റുകളൊക്കെ നമ്മൾ ആൻഡ്രോജൻ്റെ സെയിം എഫക്റ്റുകളാണ്. അനബോളിക് എഫക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണോ ആൻഡ്രോജൻ്റെ അനബോളിക് എഫക്റ്റ് പറഞ്ഞത് ആ എഫക്റ്റുകൾ തന്നെയാണ് ഇതിൻ്റെ ആക്ഷൻസുകൾ, മെക്കാനിസം ഓഫ് ആക്ഷൻ എല്ലാം സെയിം ആണ്. There are some adverse effects like hirsutism, unwanted male pattern hair growth on woman face, chest, etc. Then it will house the voice deepen ചെയ്യും, പരുക്കൻ ശബ്ദമായിട്ട് മാറും. ചിരട്ടമ്മൽ ഉരക്കുന്ന സൗണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ആ സൗണ്ടായിട്ട് മാറുക എന്നുള്ളത്. ക്യാൻ പ്രൊഡ്യൂസ് ജോണ്ടിസ് ആൻഡ് ഇറ്റ് മേ വേഴ്സ് ദ ലൈപ്പിഡ് പ്രൊഫൈൽ ഫോർ സിന്തറ്റിക് അനബോളിക് സ്റ്റിറോയിഡ് ലൈക്ക് 17 alkaline substituted compound like oxymetholone and stanozol. So that are the adverse effects of anabolic steroids. Now coming to uses, ഞാൻ പറഞ്ഞത് ഒരു മിസ്യൂസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ ഒരാൾ നോർമൽ ബോഡി ഫിസിക്കൊക്കെ ഉള്ള ഒരാൾ ആവശ്യമില്ലാണ്ട് അനബോളിക് സ്റ്റിറോയിഡ് എടുക്കുക എന്ന് പറയുന്നത് ഷോക്ക് വേണ്ടി മാത്രമാണ്. ആവശ്യത്തിന് മസിലൊക്കെ ഉള്ള ഒരാൾ വീണ്ടും മസിൽ പെരുപ്പിക്കുക എന്ന് പറയുന്നത് അത്ലറ്റിക് ഒരു പ്രൊഫഷനാക്കി എടുക്കുന്നവരൊക്കെ, അല്ലാത്തവർ കഴിക്കുക എന്ന് പറയുന്നത് ഒരു മിസ്യൂസ് തന്നെയാണ്. കാരണം സൈഡ് എഫക്ട്സുകളൊക്കെ കൂടുതലായിരിക്കും. ആൻഡ് മെയിൻലി യൂസ്ഡ് ഇൻ ബോയ്സ് ഹു ഹാവ് സബ് ഒപ്റ്റിമൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, സബ് ഒപ്റ്റിമൽ ഗ്രോത്ത് ഉള്ള ബോയ്സിൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഒരു യൂസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അതുള്ള സമയത്ത് ബോയ്സിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു പെർപ്പസിന് വേണ്ടിയിട്ട് അനാബോളിക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാവുന്ന ഒരു കോൺട്രവേഴ്ഷ്യലാണ്. അതിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ ഉണ്ട് എന്നുള്ളത്, നമുക്ക് ബെറ്റർ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുകൊണ്ട് അനാബോളിക് സ്റ്റിറോയിഡ് യൂസ് ചെയ്യണോ എന്നുള്ളത് ഒരു കോൺട്രവേഴ്സൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ദെൻ ഹൈപ്പോപ്ലാസ്റ്റി, ഹിമോലറ്റിക് ആൻഡ് മാലിഗ്നൻസി അസോസിയേറ്റഡ് അനീമ. അനബോളിക് സ്റ്റിറോയിഡിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എറിത്രോപോയിറ്റിൻ സിന്തസിസ് RBC കൊണ്ട് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ കുറവുണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന അനീമിയ പോലെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ടു എൻഹാൻസ് ഫിസിക്കൽ എബിലിറ്റി ഇൻ അത്ലറ്റ്സ്. സാധാരണഗതിയിൽ അത്ലറ്റിക്സിനെ ബാൻ ചെയ്തു എന്നൊക്കെ പറയുന്ന ന്യൂസ് കണ്ടിട്ടുണ്ടാവും നമ്മൾ, മെഡൽ തിരിച്ചു വാങ്ങിയെന്നൊക്കെ. അപ്പോൾ അപ്രൂവ് ചെയ്യാത്ത അനബോളിക് സ്റ്റിറോയിഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെയുള്ള എഫക്ട്സുകളൊക്കെ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് എക്സസൈസ്ഡ് മസിൽസ്. ദെൻ കറ്റബോളിക് സ്റ്റേറ്റ് ലൈക്ക് അക്യൂട്ട് ഇൽനെസ്, സിവിയർ ട്രോമ, മേജർ സർജറി, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ അത്രയും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. മസിലൊന്നും നമ്മൾ ഇപ്പോൾ നല്ലൊരു സർജറി ചെയ്ത് ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്ന ആളുടെ മസിൽ വീക്കൻ ചെയ്യും. സ്വാഭാവികമായിട്ടും മസിൽ എക്സസൈസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാതെ കിടക്കുന്ന സമയത്ത് മസിൽ വീക്കൻ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഓസ്റ്റിയോപോറോസിസ്, ബോണിലെ മിനറലൈസേഷൻ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൽഡർലി പേഷ്യൻസിൽ ഓസ്റ്റിയോപോറോസിസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അനാബോളിക് സ്റ്റിറോയിഡ്സുകൾ യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ആൻഡ്രോജൻസ്, ആൻറ്റി ആൻഡ്രോജൻസ് ആൻഡ് anabolic steroids.